കൂക്കുകൂലുള്ള കണ്ണൂരെത്തിയാ? അതെയാ? എന്റെ പുതിയ ഉടുപ്പ് ഇഷ്ടായോ? മിക്കിന്റെ ചിത്രമുള്ള നിച്ചന്റെ പുതിയ ഉടുപ്പാന്നേ. എല്ലാവർക്കും ഇഷ്ടായോ പറയണേ അല്ലേ കണ്ണാ? ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നേരത്തെ നിച്ചൂട്ടി പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഏട്ടനും തക്കടും എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ തയ്യാറെടുപ്പിലാണ്. തയ്യാറെടുപ്പ് എന്നല്ല, ഉച്ചക്ക് ഫുഡ് കഴിക്കാനാകുമ്പോഴേക്ക് അവരെത്തും. അപ്പൊ ഫുഡൊക്കെ റെഡിയായി, പക്ഷെ മീൻ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അച്ഛൻ അപ്പുറം വേളവരത്ത് പോയിട്ട് ലേറ്റായി വാങ്ങിക്കൊണ്ടു. ഇപ്പൊ 12 മണിയായി. ഇപ്പൊ കൊണ്ടുവന്നതേ ഉള്ളൂ. ഇനി അതൊന്ന് ഫ്രൈ ചെയ്യണം. ബാക്കി സാമ്പാറും ചീരവറവും ചോറും എല്ലാം റെഡി ആയിട്ടുണ്ട്. അവർക്ക് അവിടെ തന്നെ ഇപ്പം നിന്ന് വീട്ടിലുള്ള ഫുഡ് കഴിക്കാൻ പ്രത്യേകിച്ച് ഏട്ടന് ഭയങ്കര കൊതിയാണ് വീട്ടിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഫുഡ് ഇവിടെ വന്നിട്ടേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടി കാത്തുക്കുവന്ന് അമ്മ ഇതാ കാത്ത് നിൽക്കുന്നുണ്ട്. നമുക്കൊരു യാത്രയുണ്ടേ, അതിനും കൂടെ വേണ്ടിയിട്ട് അവര് വരുന്നത്. അതിനെ പറ്റിയിട്ടില്ല അടുത്ത വീഡിയോ പറയാലോ മേ ഉണ്ടത്രേ. അപ്പൊ നമുക്കൊരു യാത്ര പോവാനുണ്ട്. അന്നേ ഞാൻ വീഡിയോയിൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായില്ലേ. അപ്പം അതിങ്ങടുത്തു. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. അപ്പൊ നിച്ചൂട്ടി ഉറങ്ങി കേട്ടാ. നിച്ചൂട്ടി ജസ്റ്റ് ഇൻട്രോ പറഞ്ഞിട്ട് ഞാൻ ഒന്നും എടുത്ത് നടന്നപ്പോ ഉറങ്ങി. ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ എണീറ്റു, അതുകൊണ്ട് വേഗം ഉറങ്ങിയിട്ടുണ്ട്. അപ്പൊ അമ്മ വേഴാമ്പലിനെ പോലെ കാത്ത് നിൽക്കുമെന്ന്, മഴ നോക്കി നിൽക്കുന്ന പോലെ. 12:30 ആകുമ്പം കണ്ണൂരെത്തും എന്നാ പറഞ്ഞ. അപ്പം ഇവിടെ 1 മണി 1:15 ആകുമ്പോ ഇവിടെ എത്തുമായിരിക്കും. കറക്റ്റ് ഫുഡ് കഴിക്കേണ്ട സമയമാകുമ്പോഴേക്കും എത്തുമല്ലോ. അപ്പൊ നമുക്ക് പിന്നെ കാണാം. ഇന്നത്തെ സ്പെഷ്യൽ സാമ്പാറുണ്ട്, പിന്നെ നല്ല ചീര ഉപ്പേരി. നാടൻ ചീരയാന്നേ. വല്യമ്മേൻ്റെ വീടിൻ്റെ അടുത്ത് ചീരയാക്കുന്നുണ്ട്. അപ്പം ഇന്നലെ വല്യമ്മ വരുമ്പോൾ കൊണ്ടുവന്നെയാണ് ചീര. പിന്നെ ഞാനിവിടെ കരിമീൻ ഫേഷ്യൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ഫ്രൈ ആക്കണം. നാടൻ ചീര കിട്ടാത്ത കുറേ ആയി. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എന്തായാലും അതിൽ മരുന്നെല്ലാം അടിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഫ്രഷ് ആയിരിക്കും, എന്നാലും നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ കഴിയില്ലല്ലോ. ഇത് വിലുമേൻ്റെ അടുത്ത് കുടുംബശ്രീ ചേച്ചിമാരെല്ലാം ആക്കുന്നതാണ്, വയലിൽ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഫ്രഷ് ആയിട്ട് അവിടെ നിന്ന് പറിച്ചിട്ട് അങ്ങനെ മേടിച്ചതാണ്. ഫ്രഷിൻ്റെ ടേസ്റ്റ് ഒന്നും വേറെ തന്നെ അല്ലേ. അതുകൊണ്ട് അത് കറക്റ്റ് ദിവസം ഏട്ടൻ വരുന്ന ദിവസം തന്നെ ഇന്നലെ വൈകുന്നേരം വല്യമ്മ കൊണ്ടുവന്നേ. അതുകൊണ്ട് അത് കറക്റ്റ് വറവിനായി. 12:30 ആകുമ്പോൾ അവർ കണ്ണൂരെത്തി. അപ്പോഴേക്കും ഞാൻ മീൻ ഫ്രൈ റെഡിയാക്കിക്കൊണ്ടിരിക്കുമെന്ന്. ഒരു സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സെറ്റ് ആക്കുമെന്ന്. നല്ല ഫ്രഷ് മീനായതുകൊണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അവരെത്തിയിട്ട് ഇനി നമുക്ക് കാണാം കേട്ടാ. ഇതാരാ? അമേരിക്കൻ അമ്മായി. മുടി എങ്ങനെയുണ്ട്? വലിയ രസമുണ്ടാ? തൊട്ടോക്കെ ഇച്ചിരി കൺഫ്യൂഷൻ ആണ് ഇത് ആരാന്ന്. ഇങ്ങനെ തൊട്ട് തക്കട് വലിയ തന്നെയാന്ന് മോളെ നമ്മ ആടുന്ന്. തൊട്ട് ഇങ്ങനെ തൊട്ട് സോഫ്റ്റ് ആയിട്ടില്ലേ? നിച്ചൊരു ഒന്നും വികാരം ഇല്ലല്ലോ. വന്നപ്പാട് ഒന്നും കൂടെ കയറ്. എറണാകുളത്ത് പോയിട്ട് വന്നിട്ട് വെയിറ്റ് കൂടിയോ നോക്കിയാന്നേ. എത്രയായി? 80. ഇനി തക്കടോ കയറ്. എന്നൊന്നും ഇണ്ടാത്ത ഇടുന്ന് പോകുമ്പത്തേക്ക് 84 അല്ലെ 86 ആവും. നിച്ചെന്നാ 4 ദിവസം ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. വിഷ്ണു വേണ്ടല്ലോ, മീൻ ഫ്രൈ വേണ്ടല്ലോ. ഞാൻ മതി. പ്ലേറ്റ് കാണിക്കുന്നില്ല. പറ എങ്ങനെയുണ്ട് പറ. എന്റെ സാമ്പാറും എന്റെ മീനും വന്ന് ഗംഭീര. തക്കടു ഇത്രയും എത്തൂലല്ലോ അല്ലേ? കാണുന്നത് നമ്മളവിടെ മീനൊന്നും അധികം വെക്കലല്ലോ. കൊറേ നാളുകൾക്ക് ശേഷം വീട്ടിലെ ഫുഡ് കഴിക്കുമ്പോ എങ്ങനെയുണ്ട്? അപ്പൊ എല്ലാരും എത്തി, ഹാപ്പിയായി. ഇനി എല്ലാരും കൂടെ ഒരുമിച്ച് ഫുഡൊക്കെ കഴിക്കട്ടെ കേട്ടാ. അപ്പൊ എല്ലാരും എത്തി, ഫുഡെല്ലാം കഴിച്ച് കുറേ നേരം നമ്മളെല്ലാരും പുറത്ത് വർത്താനം പറഞ്ഞിരുന്നു കോലായത്ത്. ഫുഡ് കഴിച്ചിട്ട് ഒരു 1.5 മണിക്കൂർ അവിടെ തന്നെയായിരുന്നു, 2 മണിക്കൂറോളം. എന്നിട്ട് പിന്നെ എല്ലാവരും റെസ്റ്റ് എടുക്കുകയെന്ന്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം അവരിവിടെ ഉണ്ടാവും. ഇന്ന് ബുധനാഴ്ചയാണ്. ഇനി അവർ സൺഡേ മാത്രമേ തിരിച്ചു പോകുള്ളൂ. അപ്പം കുറച്ച് ദിവസം ഉണ്ടല്ലോ. അല്ലെങ്കിൽ സാധാരണ ഒരു 2 ദിവസം മാക്സിമം അത്രയല്ലേ ഉണ്ടാവല്ലോ. ഇത് പിന്നെ കുറച്ച് ദിവസം ഉണ്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഇപ്പോൾ വൈകുന്നേരം ഈ ചായ കുടിക്കാനാകുമ്പം എല്ലാവരും ഒന്നും കൂടെ ഒത്തുകൂടും. എല്ലാവരും ഇപ്പം റെസ്റ്റ് എടുക്കുകയാണ്. അവർക്ക് വന്ന ക്ഷീണമായി, അതുകൊണ്ട്
സമയമായി ഏകദേശം 4 മണിയായി. ചായ കുടിക്കാനായി എന്ന് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് മുറ്റത്തേക്കെല്ലാം ഇറങ്ങി. നമ്മുടെ ഈ മാവിൻ്റെ ഇല ഇപ്പോൾ ഭയങ്കര കൊഴിയലാണ് കേട്ടോ. റോഡിലും വീട്ടിലും മുറ്റത്തും ഫുള്ള് ഇലയാണ്. അപ്പോൾ അമ്മ അവിടെ അകത്തെല്ലാം റോഡിലെല്ലാം അടിച്ചു വരുന്നുണ്ട്. ഞാനിനി അകലടിക്കട്ടെ. തക്കടും നിച്ചും കൂടെ റോഡ് മേലേക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തരാപ്പാരാ നടക്കുവാന്ന്. അപ്പോഴേക്കും അമ്മക്ക് ഇതെല്ലാം അടിച്ച് തീയിടണം. ഞാൻ കഴിഞ്ഞ 1-2 വ്ളോഗിൽ ഈ ഒരു ബാഗ് ഇട്ടപ്പോൾ എന്നോട് 1-2 ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടുന്നാ വാങ്ങിച്ചത്, ലിങ്ക് തരുമോ എന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണേ. നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ തരാം. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എന്തായാലും. ഇതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ. പിന്നെ സ്റ്റാൻഡേർഡ് കളർ, ബ്ലാക്ക് ഒരു സ്റ്റാൻഡേർഡ് കളർ ആയതുകൊണ്ട് ഞാൻ എല്ലാ ഡ്രസ്സിൻ്റെ കൂടി അങ്ങനെ ഇടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ ഇത് നല്ല അടിപൊളി ബാഗാണ്. ഇതിന് 3 പോർഷൻ ഉണ്ട്. 1, 2, പിന്നെ ഇത് ഒരു ചെറിയ പോർഷൻ, നമുക്ക് പൈസയും അങ്ങനത്തെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു പോർഷനും കൂടി ഉണ്ട്. അങ്ങനെ 3 പോർഷൻ വരുന്നതാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. മെറ്റീരിയലെല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തരാം. അപ്പം ഞാൻ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നത് അടുത്ത ദിവസമാണ് കേട്ടോ. ഇന്നലെ വൈകുന്നേരം പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, വൈകുന്നേരം വരെയില്ല ഞാൻ കാണിച്ചല്ലോ. പിന്നെ തക്കുടു ഉച്ചക്ക് അങ്ങോട്ടേക്ക് പോയി. ഉച്ചക്കാന്നല്ലോ വന്നേ. വൈകുന്നേരം സന്ധ്യ ആകുമ്പം ഉള്ള വീട്ടിലേക്ക് പോയി. അപ്പം ഇന്ന് രാത്രി ആകുമ്പോഴേക്ക് വരുമായിരിക്കും. അപ്പം അതുകൊണ്ട് രാത്രി പിന്നെ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. പിന്നെ എൻ്റെ കുക്കിംഗ് തന്നെയാണ് കാണിക്കണ്ടേ. വീണ്ടും മീൻകറിയെല്ലാം ഉണ്ടാക്കി, അത് പിന്നെ കുക്കിംഗ് കാണിക്കണ്ടെന്ന് വെച്ചു. അതുകൊണ്ട് ഇന്നലത്തെ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷൻ എടുക്കാമെന്ന് വിചാരിച്ചു. തക്കുടു ഇപ്രാവശ്യം മുടിയെല്ലാം മുറിച്ച് മേക്ക് ഓവറിലാക്കിയിട്ടാണ് വന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ല. അപ്പം നല്ലയുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി. അവിടുന്ന് ഫോട്ടോയിൽ അയച്ചു തന്നപ്പോൾ ഇത്ര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വെച്ചാൽ അയ്യോ നല്ല ലെങ്ത് കുറഞ്ഞു എന്ന് പോലെ തോന്നി. പക്ഷേ ഇല്ല, അടുത്തുനിന്ന് കാണുമ്പോഴേക്ക് ബാക്ക് നല്ല ഭംഗിയുണ്ട്. ഇപ്പം നല്ലോണം ചേരുന്നുണ്ട്. അവിടെ ഒറ്റ പ്രാവശ്യം മാത്രമേ സ്ട്രെയിറ്റ് ചെയ്തിട്ടുള്ളൂ കല്യാണത്തിൻ്റെ ആ ഒരു സമയത്ത്, സ്മൂത്തനിങ്. അപ്പം അവിടുന്ന് പിന്നെ വീണ്ടും കേളി ഹെയറായി. ഇപ്പം വീണ്ടും ചെയ്തപ്പം ആ ഒരു മാറ്റം നല്ലയുണ്ട്. കുറേ ചോദ്യങ്ങൾ കുറേ നാളുകളായിട്ട് നമ്മുടെ കമന്റ് സെക്ഷനിൽ വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ കുറച്ച് ഉത്തരം പറയാമെന്ന് വെച്ചാൽ ഞാനൊരു Q&A ആയിട്ട് ചെയ്യാമെന്നെല്ലാം പ്ലാൻ ചെയ്തതാണ്. പിന്നെ പോസ്റ്റ് ഇടാന്ന് വെച്ചാൽ അങ്ങനെ അങ്ങ് വിട്ടുപോയി. അപ്പം ഞാൻ വെച്ചാൽ എന്തായാലും ഇന്ന് സമയമുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ പറയാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ കുറേ പേര് ഇവർ എറണാകുളത്തേക്ക് പോയത് എന്തിനാന്നുള്ളത് കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് തക്കടുവിനെ ജോലി അങ്ങോട്ടേക്ക് നോക്കിയത് എന്തിനാന്നെല്ലാം ചോദിച്ചിട്ട്. അത് വേറെ ഒരു പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. അവർക്ക് എറണാകുളത്ത് വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, അവിടെ താമസിക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് ഏട്ടനും അങ്ങോട്ടേക്ക് ജോലി ആയതുകൊണ്ട് രണ്ടാളും കൂടെ അങ്ങോട്ടേക്ക് മാറിയെന്നേ ഉള്ളൂ കേട്ടോ. ഓരോ ആൾക്കാരുടെ കമൻസ് ആ സമയത്തൊക്കെ വായിച്ചിട്ട് ഓരോ ആൾക്കാർ അങ്ങനെയല്ല എന്തിനാ ചിന്തിക്കുന്നതെന്നുള്ളതാണ്. എന്താ പ്രശ്നം, അവരെന്തിനാ വീട് മാറിയത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ, അങ്ങനെയെല്ലാം കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പേരൊന്നും ഞാൻ പറയുന്നില്ല, പേരടക്കം എനിക്ക് ഓർമ്മയുണ്ട് ചോദിച്ച ആളുടെ. പക്ഷെ അങ്ങനെ ഒന്നുമില്ല, വെറുതെ ഊഹിക്കൊന്നും വേണ്ട. എറണാകുളത്ത് താമസിക്കണം, അവിടെ വർക്ക് ചെയ്യണം എന്നുള്ളത് അവർ ആഗ്രഹമായതുകൊണ്ട് അവർ മാറിയെന്നേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അങ്ങനെ കുറേ നെഗറ്റീവ് കമൻസ് എന്നല്ല, ഇത് ഒറ്റയടിക്ക് ഒരു വീഡിയോൻ്റെ അടിയിൽ വന്നതല്ല കേട്ടോ. എപ്പോഴെങ്കിലല്ലോ ആയിട്ട് അങ്ങനെ ഇങ്ങനെയെന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഇതിന് മുന്നേയുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഒന്ന് കാണുമ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ റിപ്ലൈ കൊടുക്കലുണ്ട് കേട്ടോ. നല്ല രീതിക്ക് പോകുന്ന ഒരു കുടുംബം കാണുമ്പോൾ ഉള്ള അസൂയ കൊണ്ടാണ് ഇങ്ങനെയെല്ലാം പറയുന്നതെന്നുള്ളത്. മേ ബി അതായിരിക്കും, അങ്ങനെ ഉള്ളതുകൊണ്ട് പറയുന്നതായിരിക്കും. പക്ഷെ അങ്ങനെ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾക്ക് കിട്ടേണ്ടത് നിങ്ങൾക്ക് നമ്മുടെ ഫാമിലി എന്തായാലും നല്ല ഹാപ്പി ആയിട്ടാണ് പോകുന്നത്, ഒരു കുഴപ്പമില്ല. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. കാര്യമായിട്ടൊന്നുമില്ല, ഒരു കുഞ്ഞു വീഡിയോ എടുത്തതാണ് അവർ വരുന്നതിന്റെ ആ ഒരു ഹാപ്പിനെസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അമ്മ പോകുന്നതെന്ന് പറഞ്ഞില്ലേ, അതിന്റെ വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം, ഡീറ്റെയിൽഡ് ആയിട്ട് എവിടേക്കാണ് എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ എൻഡ് ചെയ്യാം. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റ.